അബ്രഹാമിൻ്റെ ആ സ്വഭാവം നമുക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഇങ്ങനെയാണ് അബ്രഹാമിനോട് പറഞ്ഞത്: നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. അവിടെ മലയുടെ പേര് പറയുന്നില്ല. മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന മലയിൽ എന്ന് മാത്രമാണ് പറയുന്നത്. പലവരും മോറിയ മലയിൽ അബ്രഹാം യാഗം കഴിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകനെയാണ് യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നത്. കഠിനമായ വേദന ഉള്ളിൽ സഹിച്ച് നടക്കുമ്പോഴും ഉൽപ്പത്തി 22-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: 3 ദിവസത്തെ വഴിദൂരത്തിനു ശേഷം അബ്രഹാം ദൈവം പറഞ്ഞ ആ സ്ഥലം കണ്ടു. വേദന ഉള്ളിൽ ഒതുക്കി നടക്കുമ്പോഴും ദൈവമായിട്ടുള്ള ബന്ധം മുറിയാതെ അബ്രഹാം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ദൈവം കാണിക്കുന്ന മല അബ്രഹാമിന് കാണാൻ സാധിച്ചത്. ഈ സ്വഭാവം നമ്മിലുണ്ടാകട്ടെ. ദൈവം തന്നെ പരീക്ഷിക്കുകയാണ് എന്നും ദൈവം തനിക്കായിട്ട് കരുതിയിട്ടുണ്ട് എന്നും അബ്രഹാം അറിഞ്ഞിട്ടില്ല. നാം കണ്ടുപഠിക്കേണ്ടത്, ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയിലും അബ്രഹാം ദൈവ സാന്നിധ്യത്തിൽ നിന്നും മാറിയില്ല. ദൈവത്തോട് പിറുപിറുത്തില്ല. ദൈവത്തിലുള്ള വിശ്വാസം വളരെ ആഴത്തിലുള്ള വ്യക്തിയായിരുന്നു അബ്രഹാം. വിശ്വാസികളുടെ പിതാവ് എന്ന തലക്കെട്ടിൽ താൻ അറിയപ്പെട്ടു. നമ്മുടെ വിശ്വാസവും ഇതുപോലെ ആഴത്തിലുള്ളതാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം.